ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. ദുഃഖമില്ലാത്ത ആനന്ദം. കർത്താവ് നിത്യമായി കോപിക്കുകയില്ല, നിത്യമായി ഉപേക്ഷിക്കുകയുമില്ല. നമുക്ക് നോക്കിയാലോ. ദുഃഖത്തിൻ്റെ നിഴലില്ലാതെ ആനന്ദം സാധ്യമാണ്. സാക്ഷാത്തായ ആശ്വാസവും ആനന്ദവും ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് ലഭിക്കൂ. ഈ ലോകത്തിലെ മുഴുവൻ സുഖസൗകര്യങ്ങൾ നിനക്ക് ലഭ്യമാണെങ്കിലും അത് അനുഭവിക്കാൻ നിനക്ക് സാധ്യതയുണ്ടെന്നും കരുതുക. നീ അവയെല്ലാം അനുഭവിച്ചാലും അവയിലെല്ലാം ദുഃഖത്തിൻ്റെ ഒരു നിഴൽ കിടപ്പുണ്ട്. നിനക്കറിയാം, നിത്യമായി നിനക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. സാക്ഷാത്തായ ആശ്വാസം ദൈവത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ലഭിക്കൂ. സ്വർഗത്തിൽ നിനക്ക് ദൈവികമായ സകല നന്മകളും സമൃദ്ധമായി അനുഭവിക്കാൻ പറ്റും. താൽക്കാലിക സന്തോഷങ്ങൾ ക്രമാതീതമായി നീ ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ ശാശ്വതമായ സ്വർഗീയ ആനന്ദം നിനക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വസ്തുക്കളെ നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ നിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്തിലെ വസ്തുക്കളോ വ്യക്തികളോ ആയിരിക്കരുത്. നിനക്ക് എത്രമാത്രം അവയെല്ലാം ഉപയോഗിക്കാൻ സാധിച്ചാലും പൂർണ്ണമായ തൃപ്തി വരില്ല എന്നതാണ് സത്യം. യഥാർത്ഥമായ സൗഭാഗ്യവും ആനന്ദവും സ്ഥിതി ചെയ്യുന്നത് സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലാണ്. മത്സ്യത്തിന് ജലത്തിലല്ലാതെ ആശ്വാസം അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഒരു മനുഷ്യന് സാക്ഷാത്തായ സന്തോഷം ലഭിക്കുന്നത് ആ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ്. ചിലർക്ക് ഈ ഭൂമിയിലെ ജീവിതകാലത്തു തന്നെ ഈ സാക്ഷാത്തായ ആനന്ദത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം ദൈവം നൽകാറുണ്ട്. സ്വർഗീയമായ ഒരു മുൻ രുചി അവർക്ക് ആത്മീയ തലത്തിൽ ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ആത്മീയ അനുഭവം എനിക്കുണ്ട്. ആത്മീയ ആശ്വാസങ്ങളെല്ലാം ക്ഷണികമാണ്. കുറച്ചു നേരത്തേക്ക് മാത്രമേ അവയ്ക്ക് ആയുസുള്ളൂ എന്ന കാര്യം മറന്നുപോകാതിരിക്കുക. ആത്മീയ മനുഷ്യർ കർത്താവായ ഈശോ അവരുടെ കൂടെ എല്ലായിടത്തും എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈശോ നൽകുന്ന ആശ്വാസം അവർക്ക് തീർച്ചയായും സാക്ഷാത്തായ ആനന്ദം നൽകുന്നതാണ്. ചിലപ്പോൾ ആത്മീയ ജീവിതത്തിൽ ചില പരിശോധനകൾ ദൈവം അനുവദിച്ചു എന്നിരിക്കാം. അപ്പോൾ നാം സങ്കീർത്തകൻ്റെ വാക്കുകൾ ഓർക്കുക: കർത്താവ് നിത്യമായി കോപിക്കുകയില്ല എന്നുള്ളതും നിത്യമായി ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതും. വിശുദ്ധ അഗസ്തീനോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, അങ്ങേക്കായി അങ്ങ് എന്നെ സൃഷ്ടിച്ചു. അങ്ങിൽ സമാശ്വസിക്കുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. തെറ്റായ സ്ഥലത്ത് ആശ്വാസം അന്വേഷിച്ചിട്ട് എന്തു കാര്യം? ജലമില്ലാത്ത സ്ഥലത്ത് കിണർ കുഴിച്ചിട്ട് എന്ത് കാര്യം? പൊട്ടക്കിണർ കുഴിച്ച് അതിൽ ആശ്വാസം അന്വേഷിക്കുന്നവരെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. നീ നിൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിക്കുക. പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയെ തൃപ്തിപ്പെടുത്തുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്താനുള്ള കൃപ എനിക്ക് തരണമേ. ദുഃഖമില്ലാത്ത ആനന്ദം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.